അന്ന് 2017 ജൂലൈ 28 കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പിറവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി 10 മണിയാവുകയാണ്. അപ്പോൾ +1 പഠിക്കുന്ന റിൻസി ബിജു എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിൽ അവളുടെ ചെയറിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുന്ന റിൻസി നാളെ എക്സാം ആയതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പഠിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റിൻസി എന്നൊരു പെണ്ണിന്റെ വിളി കേട്ട് റിൻസി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഡോറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരട്ടെ മോളെ എന്ന് ചോദിക്കുകയാണ് റിൻസിയുടെ അമ്മ. അതിന് റിൻസി, വേണ്ട അമ്മേ, ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങും, എന്നെ രാവിലെ 5 മണിക്ക് എണിപ്പിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞ് റിൻസി അമ്മയോട് പറയുകയാണ്. അതിന് അമ്മ പറയുന്നത്, ഓക്കെ, ഞാൻ നിന്നെ വിളിച്ചോളാം, പക്ഷേ നീ കുറെ നേരം കണ്ണു മിഴിച്ച് നിൽക്കേണ്ട, പെട്ടെന്ന് പോയി പഠിച്ചിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം 1.5 മണിക്കൂറോളം റിൻസി പഠിച്ച് രാവിലെ 5 മണിക്ക് അമ്മ വന്ന് വിളിക്കും. അതുകൊണ്ട് ഇപ്പോൾ കിടന്നുറങ്ങാം, രാവിലെ ബാക്കി എണീച്ച് പഠിക്കാമെന്ന് ചിന്തിച്ച് ആ റൂമിന്റെ ഡോർ ഉള്ളിൽ ലോക്ക് ചെയ്യാതെ കിടന്നുറങ്ങുകയാണ് റിൻസി. ഇപ്പോൾ രാവിലെ 4:30 എണീച്ച റിൻസിയുടെ അമ്മ നേരെ പോയി ഫേസ് വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ചായ ഉണ്ടാക്കി നേരെ റിൻസിയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിന്റെ പുറത്തെത്തിയ റിൻസിയുടെ അമ്മ ഡോർ തുറന്ന് ഉള്ളിൽ കയറി ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ കട്ടിലിൽ കിടക്കുന്ന റിൻസിയെ കണ്ട് അവർ ഷോക്കാവുകയാണ്. അതിനുള്ള കാരണം കുറച്ച് വിനോദമായാണ് റിൻസി കിടന്നിരുന്നത്. കൈക്കാലുകൾ പല പൊസിഷനിൽ വിരിച്ചു വെച്ചുകൊണ്ട് വായ പാതി തുറന്നുകൊണ്ട് കിടന്നിരുന്ന റിൻസിയെ എന്താണ് ഇവൾ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് റിൻസിയുടെ അമ്മ ആ ചായപാത്രം കയ്യിൽ പിടിച്ച് റിൻസി കിടന്നിരുന്ന ആ ഭാഗത്തേക്ക് മെല്ലെ പോവുകയാണ്. അപ്പോൾ അവളുടെ അടുത്തെത്തിയ അമ്മ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നാൽ റിൻസിയുടെ ഡ്രസ്സ് കുറച്ച് വിയേർഡായിട്ടായിരുന്നു കിടന്നിരുന്നത്. പിന്നെ അവളുടെ ശരീരത്തിൽ ചെറിയ തോതിൽ മുറിവുകളും കാണാനുണ്ട്. അതുമാത്രമല്ല, അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ഗോൾഡ് ചെയിൻ കാണാനില്ല. ഇപ്പോൾ അവൾ ശ്വാസം വിടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവളെ സൂക്ഷിച്ചു നോക്കുകയാണ് റിൻസിയുടെ അമ്മ. അപ്പോൾ അവൾ ശ്വാസം വിടുന്നില്ല എന്ന് കണ്ട റിൻസിയുടെ അമ്മ അവളുടെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് റിൻസി റിൻസി എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ റിൻസിയിൽ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, റിൻസിയുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ അവളുടെ ശരീരം തണുത്തുറച്ചിരിക്കുന്നത് കണ്ട് റിൻസിയുടെ അമ്മ ഭയപ്പെടുകയാണ്. അങ്ങനെ അവർ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത റൂമിൽ കിടന്നിരുന്ന റിൻസിയുടെ അച്ഛൻ ബിജുവിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. വേഗം റൂമിലേക്ക് വന്ന റിൻസിയുടെ അച്ഛൻ ബിജു റിൻസിയുടെ മുഖത്ത് തട്ടി നോക്കുന്നുണ്ട്, വെള്ളം തെളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ റിൻസിയിൽ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിൻസി മരിച്ചു എന്ന് പറഞ്ഞ് റിൻസിയുടെ അമ്മ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവളുടെ ശരീരത്തിലുള്ള മുറിവുകൾ കണ്ട് റിൻസിയുടെ അച്ഛൻ പേടിച്ച് പോലീസിൽ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട പോലീസ്, ഓക്കെ, ഞങ്ങൾ ഉടനടി അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പോലീസിന് വേണ്ടി കരഞ്ഞുകൊണ്ട് റിൻസിയുടെ പേരൻസ് കാത്തു നിൽക്കുകയാണ്. സോ എക്സാമിന് രാത്രി പഠിച്ച റിൻസിക്ക് അങ്ങനെ എന്താണ് സംഭവിച്ചത്? 2017 കേരളക്കര മൊത്തം സെൻസേഷണലായി പറയപ്പെട്ട റിൻസി ബിജു കേസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. ഇപ്പൊ പോലീസ് റിൻസിയുടെ വീടിന് മുന്നിൽ ജീപ്പുമായി എത്തുകയാണ്. എന്നിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങാതെ വീടിന്റെ മുറ്റത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോ റിൻസിയുടെ അയൽവാസികൾ സങ്കടപ്പെട്ടും റിൻസിയുടെ അച്ഛൻ കരഞ്ഞുകൊണ്ട് തറയിലിരിക്കുന്നതും പോലീസ് നോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് പതിയെ പോലീസ് ജീപ്പിൽ നിന്ന് പോലീസ് ഇറങ്ങുമ്പോൾ പോലീസുകാരെ കണ്ട് റിൻസിയുടെ അച്ഛൻ മെല്ലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്ന് റിൻസിയുടെ അച്ഛൻ്റെ അടുത്ത് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. വായു സാറേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റിൻസിയുടെ അച്ഛൻ റിൻസിയുടെ റൂമിലേക്ക് പോലീസുകാരെ കൊണ്ടുപോവുകയാണ്. പോലീസുകാർ ബെഡ്റൂമിൽ കയറിയപ്പോൾ റിൻസിയുടെ അടുത്തിരുന്ന് കരയുന്ന റിൻസിയുടെ അമ്മയെ പോലീസുകാർ നോട്ട് ചെയ്യുകയാണ്. മാത്രമല്ല, കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്ന റിൻസിയെ കണ്ട പോലീസ് റിൻസിയുടെ പേരൻസ് റിൻസിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് മാത്രമല്ലാതെ വേറൊരു കാര്യം കൂടി പോലീസ് കണ്ടുപിടിക്കുകയാണ്. റിൻസിയുടെ കഴുത്തിൽ കയർ ഉപയോഗിച്ച് മുറുക്കിയതിന്റെ ഒരു പാട് പോലീസ് ശ്രദ്ധിക്കുകയാണ്. അത് ശരിവെക്കുന്ന രീതിയിൽ കട്ടിലിനോട് ചേർന്ന് ഒരു നീളമുള്ള കയർ കിടക്കുന്നത് പോലീസുകാർ കാണുകയാണ്. ഇപ്പോൾ കയർ ഉപയോഗിച്ചാണ് റിൻസിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പോലീസിന് ഡൗട്ട് വന്നതും റിൻസിയുടെ ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയാണ്. പിന്നീട് ഫോറൻസിക് ടീമിനെയും ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടുവന്ന് റിൻസിയുടെ വീടും റൂമും എല്ലാം നല്ല രീതിയിൽ പരിശോധിക്കുകയാണ്, വല്ല എവിഡൻസും കിട്ടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഫോറൻസിക് ടീമിന് അവിടെ നിന്ന്
കുറേയധികം ഫിംഗർ പ്രിന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതെല്ലാം നോക്കുന്ന സമയത്ത് അതെല്ലാം റിൻസിയുടെയും റിൻസിയുടെ അച്ഛൻ്റെയും അമ്മയുടേതുമാണെന്ന് മനസ്സിലാവുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കയർ മാനുവലായി ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ റിൻസിയുടെ അച്ഛൻ ഉപയോഗിക്കുന്ന കയറായതുകൊണ്ടും റൂമിൽ നിന്ന് റിൻസിയുടെ അച്ഛൻ ബിജുവിൻ്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയതുകൊണ്ടും ഇപ്പോൾ പോലീസുകാരുടെ ശ്രദ്ധ മൊത്തം റിൻസിയുടെ അച്ഛൻ്റെ നേരെ തിരിയുകയാണ്. പക്ഷേ സ്വന്തം മകളുടെ ബെഡ്റൂമിൽ പേരൻസിൻ്റെ ഫിംഗർ പ്രിന്റ് ഉള്ളത് വെച്ച് സംശയിക്കാൻ പറ്റില്ലല്ലോ. ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള വല്ല എവിഡൻസ് കിട്ടുമോ എന്നറിയുവാൻ വേണ്ടി പോലീസ് ശക്തമായി തന്നെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ റിൻസിയുടെ റൂമിൽ ഈ ഒരു ഡോറല്ല, ബാക്കിൽ വേറൊരു ഡോർ ഉണ്ട് എന്ന് പോലീസ് കണ്ടുപിടിച്ചു. അത് ഓപ്പൺ ആക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ മഴക്കാലത്ത് ഡോർ ഓപ്പൺ ക്ലോസ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഇതിനെക്കുറിച്ച് പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഡോർ ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുമില്ല എന്നായിരുന്നു. ഇപ്പോൾ പോലീസ് ഈ കേസ് റിൻസിയുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ റിൻസിയുടെ അച്ഛൻ്റെ മേലെ ചെറിയ തോതിൽ ഡൗട്ട് തോന്നിയ പോലീസ് എങ്ങനെയാണ് നിങ്ങൾ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്ത കയർ റിൻസിയുടെ റൂമിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് അവിടെ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല സാറേ എന്ന് റിൻസിയുടെ അച്ഛൻ പറഞ്ഞ കാര്യം കേട്ട് പോലീസിന് പിന്നെയും ഡൗട്ടുകൾ വരികയാണ്. മാത്രമല്ല തന്നെ പോലീസ് സംശയിക്കുന്നുണ്ട് എന്നും റിൻസിയുടെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റിൻസിയുടെ അട്ടോപ്സി റിപ്പോർട്ട് പോലീസിന് കിട്ടുന്നത്. അതിൽ പോലീസ് ഗസ് ചെയ്ത പോലെ തന്നെ കയർ ഉപയോഗിച്ചിട്ട് കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണമെന്നും മരിച്ചതിന് ശേഷം കൊടൂരമായിട്ട് തന്നെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും റിൻസിയുടെ ശരീരത്തിലും ഡ്രസ്സിലും സ്പേം ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ വന്നിരുന്നു. ഇതറിഞ്ഞ പോലീസ് ഉടനെ തന്നെ റിൻസിയുടെ അച്ഛൻ്റെ DNA-യും റിൻസിയുടെ ശരീരത്തിലും ഡ്രസ്സിൽ നിന്ന് കിട്ടിയ സ്പേമിലെ DNA-യും വെച്ച് പരിശോധിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ആ DNA മാച്ചാവുന്നില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. മാത്രമല്ല റിൻസിയുടെ അച്ഛനായിരിക്കും കുറ്റവാളി എന്ന് പോലീസ് ചിന്തിച്ചത് അങ്ങനെ തന്നെ മാറി ഇപ്പോൾ യൂട്ടൺ അടിക്കുകയാണ്. പോലീസിന് പുറത്തുള്ള ആരോ ആണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ്. എന്നിരുന്നാലും കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. അങ്ങനെ 4 മാസം കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ റിൻസിയുടെ പേരൻസ്, ബന്ധുക്കൾ, നാട്ടുകാർ എന്നിങ്ങനെ എല്ലാവരും കൊലയാളിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കാനും തുടങ്ങുകയാണ്. മാത്രമല്ല ഈ കേസ് CBCID അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷനും കൊടുക്കുന്നുണ്ട്. അത് CM അപ്രൂവ് ചെയ്ത് CBCID ഈ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണ്. അങ്ങനെ ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ CBCID റിൻസിയുടെ അച്ഛനാണ് കുറ്റവാളി എന്ന് പറഞ്ഞാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു റീസണും ഉണ്ടായിരുന്നു. ഇങ്ങനെ റിൻസിയുടെ അച്ഛനാണ് കുറ്റവാളി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവൻ ധൈര്യമായി പുറത്തിറങ്ങി നടക്കുമെന്നും അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവനെ കൈയോടെ പിടിക്കാമെന്നും CBCID ചിന്തിച്ച് ഒരു പ്ലാൻ ഇടുകയാണ്. മാത്രമല്ല റിൻസി കൊല്ലപ്പെട്ടത് രാത്രിയിലായതുകൊണ്ട് തന്നെ അനാവശ്യമായി ആരെങ്കിലും ആ സമയത്ത് ചുറ്റിത്തിരിയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വാച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് കൊലയാളിയെ ഐഡന്റിറ്റി ചെയ്യുന്ന ഒരു ബ്രേക്ക് ത്രൂ ഇപ്പോൾ അവർക്ക് കിട്ടുകയാണ്. ഇപ്പോൾ റിൻസിയുടെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള വീട്ടിൽ 40 വയസ്സുള്ള ഒരാൾ രാത്രി സമയങ്ങളിൽ വന്നു പോകുന്നുണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ആ വീട്ടിൽ പോയി അന്വേഷിക്കുന്ന പോലീസിന് അവിടെ 30 വയസ്സുള്ള ഒരു സ്ത്രീ തനിച്ചാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ്. എന്തിനാണ് അയാൾ ഇവിടെ വരുന്നത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് അയാളുടെ പേര് സുനിൽ കുമാർ ആണെന്നും ഈ സ്ത്രീയുടെ ഭർത്താവ് പുറത്ത് ജോലിക്ക് പോയതിനാൽ ഇടയ്ക്കിടയ്ക്ക് സുനിൽ കുമാർ ഇവിടെ വരുമെന്നും ഇവർ തമ്മിൽ അഫെയർ ആണ് എന്നും പോലീസിന് മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇന്നലെയും സുനിൽ കുമാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരെ തന്നെ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയാണ്. ഇവരെന്തിനാണ് ബ്രോ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. അതിനുള്ള കാരണം ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ സ്ത്രീയുടെ ശരീരത്തിലും ഡ്രസ്സിലും സുനിൽകുമാറിന്റെ സ്പേം ഉണ്ടെങ്കിൽ അതിന്റെ DNA വെച്ച് പരിശോധിക്കാനാണ് പോലീസ് ഈ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത്. അപ്പോൾ പോലീസ് ഗസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പേം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ആ സ്പേമിലെ DNA-യും റിൻസിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സ്പേമിലെ DNA വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാച്ച് ആവുകയാണ്. അങ്ങനെ ഉടനെ തന്നെ സുനിലിന്റെ വീട്ടിൽ പോയിട്ട് സുനിലിന്റെ കൈയോടെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നും DNA എടുത്ത് നോക്കുന്നുണ്ട്, DNA ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴും മാച്ചിങ് കറക്റ്റ് ആയിട്ട് തന്നെ വരികയാണ്. കസ്റ്റഡിയിലെത്ത സുനിൽ കുമാറിനോട് ചോദിക്കുന്ന രീതിയിൽ പോലീസ് ചോദിച്ചപ്പോൾ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് സുനിൽ കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുനിൽ കുമാർ റിൻസിയുടെ വീടിന്റെ ബാക്ക് സൈഡിൽ 15 സെന്റ് സ്ഥലമുണ്ട് അയാൾക്ക്. അങ്ങനെ ഒരു ദിവസം അവിടെയുള്ള കാടും ചെടികളും എല്ലാം വെട്ടിപ്പാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യുവാൻ വേണ്ടി സുനിൽ കുമാർ അവിടേക്ക് പോവുകയാണ്. അപ്പോഴാണ് റിൻസിയെ ആദ്യമായി സുനിൽ കാണുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു പെണ്ണുമായിട്ട് അഫെയറിലുണ്ടായിരുന്ന അയാളുടെ ശ്രദ്ധ +1 പഠിക്കുന്ന റിൻസിയുടെ മേലെ വരികയാണ്. എങ്ങനെയെങ്കിലും ഇവളെ തന്റെ കാമത്തിന് ഇരയാക്കണമെന്ന് ചിന്തിച്ച അയാൾ അതിനുവേണ്ടി ഒരു പ്ലാനും ഇടുകയാണ്. എന്നിട്ട് റിൻസി പോകുന്നതും വരുന്നതുമെല്ലാം ഇയാൾ വാച്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് റിൻസിയുടെ റൂമിന്റെ ബാക്കിലുള്ള ഡോർ കുറച്ച് അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ടായിരിക്കുമെന്നും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നും ആ റൂമിൽ റിൻസിയാണ് കിടക്കുന്നത് എന്നും അയാൾ മനസ്സിലാക്കുകയാണ്.
ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഒരു പ്ലാനും ഇടുകയാണ്. അതേപോലെ ആ ദിവസവും വരികയാണ്. അന്ന് ജൂലൈ 28 രാത്രി നേരം റിൻസിയുടെ വീടിന്റെ ബാക്കിലുള്ള ഇവന്റെ പറമ്പിൽ ഒരു കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ആരും കാണാത്ത രീതിയിൽ ഇവൻ ഒളിഞ്ഞിരിക്കുകയാണ്. പിന്നീടാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. രാത്രി സമയം ഒരു 11:30 ആയപ്പോൾ റിൻസിയുടെ റൂമിന്റെ ലൈറ്റ് ഓഫ് ആവുന്നതും റിൻസിയുടെ റൂമിന്റെ ലൈറ്റ് ഓഫായി എന്ന് കണ്ട ഇവൻ 1 മണിക്കൂർ ആ കാടിൽ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് എണീച്ച് ഫിംഗർ പ്രിന്റ് കണ്ടുപിടിക്കരുത് എന്ന് ആലോചിച്ച് പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഗ്ലൗസ് എടുത്ത് കൈകളിൽ ഇടുകയാണ്. കാൽപാദം ആരും കണ്ടുപിടിക്കരുത് എന്ന് ചിന്തിച്ച് അവൻ കാലുകളിൽ ഷോക്സ് ഇട്ട് റിൻസിയുടെ റൂമിന്റെ ഡോർ നോക്കി നടക്കുകയാണ്. റിൻസി കിടന്നിരുന്ന ബാക്ക് ഡോറിന്റെ മുന്നിലെത്തിയ ഇവൻ ആ ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുകയാണ്. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഡോർ കുറച്ച് സ്റ്റക്കായതുകൊണ്ട് ആ ഡോർ കുറച്ച് ഫോഴ്സ് ചെയ്തുകൊണ്ട് അവൻ തുറക്കുകയാണ്. അപ്പോൾ ഫോഴ്സിൽ ആ ഡോർ തുറക്കുമ്പോൾ തറയിൽ ഉരഞ്ഞുകൊണ്ട് ഒരു ശബ്ദം വരികയാണ്. ഈ ശബ്ദം കേട്ട് ഉള്ളിൽ കിടന്നുറങ്ങിയിരുന്ന റിൻസി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു രൂപം നിൽക്കുന്നത് കണ്ട് നിലവിളിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവളുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി സുനിൽ അവളുടെ വായ പൊട്ടുകയാണ്. ആ സമയത്ത് സുനിൽ നിന്ന് രക്ഷപ്പെടാൻ പലതവണ കൈക്കാലുകൾ അടിച്ച് റിൻസി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ റിൻസിയുടെ മേലെ കയറിയിരുന്ന സുനിൽ അവളുടെ കഴുത്ത് ഞെരിക്കുകയാണ്. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം റിൻസിയുടെ ശരീരത്തിൽ നിന്ന് അവളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അവൾ മരിച്ചു എന്ന് കൺഫേം ചെയ്ത സുനിൽ അവളെ കൊടൂരമായി റേപ്പ് ചെയ്യുകയാണ്. എല്ലാ ആശകളും തീർന്നതിന് ശേഷം ഒരു കൊലപാതകം റിൻസിയുടെ അച്ഛനാണ് ചെയ്തത് എന്ന് കാണിക്കാൻ ഒരു പ്ലാനും ഇടുന്നുണ്ട്. അതിനുവേണ്ടി പുറത്തു നിന്നിരുന്ന റിൻസിയുടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് കയർ എടുത്തുകൊണ്ടുവന്ന് റിൻസിയുടെ കഴുത്തിൽ ആഴത്തിൽ ഞെരിച്ച് കഴുത്തിൽ ഞെരിച്ചതിൻ്റെ പാട് വരുത്തി ആ കയർ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഗോൾഡ് ചെയിൻ മാത്രം ഊരിയെടുത്ത് ആ ഡോർ അതേപോലെ അടച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം, അതായത് റിൻസിയുടെ കൊലയാളിയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ സുനിൽ കുമാറും ഉണ്ടായിരുന്നു. മാത്രമല്ല റിൻസി കേസിൽ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് സുനിൽ അതുവഴി മനസ്സിലാക്കുകയായിരുന്നു. സുനിലിന്റെ ഈ വാക്മൂലം പറഞ്ഞതിന് ശേഷം അവനെ കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ്. അവനെതിരെയുള്ള എല്ലാ എവിഡൻസും കോർട്ടിൽ ഹാജരാക്കുകയാണ്. മാത്രമല്ല സുനിലിനെ കോടതി നവംബർ മാസം 2021 43 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും ഈടാക്കുകയാണ്. ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിൻസിയുടെ റൂമിന്റെ ആ ഡോർ ആ പേരൻസ് റെഡിയാക്കിയിരുന്നുവെങ്കിൽ റിൻസി ഇന്ന് ജീവനോടെ ഉണ്ടായേനെ. എപ്പോഴും ഒരു വീടിന്റെ ഡോർ പിന്നെ ലോക്ക് ഇത് രണ്ടും ക്ലിയർ ആയിരുന്നാൽ മാത്രമാണ് ആ വീട്ടിൽ സേഫ് ആയിട്ട് ഉണ്ടാവുക. ഇങ്ങനത്തെ വല്ല മണ്ടത്തരങ്ങൾ കാണിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ കേസിൽ ഒന്നും അറിയാതെ ഒരാൾ വേദനിച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, റിൻസിയുടെ അച്ഛൻ ബിജു തോമസ് ആണ്. റിൻസിയെ കൊല ചെയ്തത് മാത്രമല്ല സ്വന്തം മകളെ ഇത്ര കൊടൂരമായിട്ട് കൊല സാധിക്കുമോ എന്ന് നാട്ടിലാകെ സ്പ്രെഡായതും അയാളെ വിഷമമുണർത്തുന്ന ഒന്നാണ്. ഈ കേസിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം കൂടിയുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കൊലയാളി സുനിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നാട്ടിലുള്ളവരോട് ചോദിച്ചപ്പോൾ ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന വ്യക്തിയാണ് സുനിലെന്നും ചിലവർക്ക് കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്നതും ഗ്യാസ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നതും പോസ്റ്റ് ലൈറ്റുകൾ കംപ്ലൈന്റ് ആയാൽ പഞ്ചായത്തിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് അത് റീപ്ലേസ്മെന്റ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികളും ആർക്കെങ്കിലും എമർജൻസി എന്ന് പറയുമ്പോൾ തൻ്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും കാശ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത കാശ് വാങ്ങി മിണ്ടാതെ പോകുമെന്നും നാട്ടുകാർ സുനിൽ കുമാറിനെ കുറിച്ച് പറയുകയാണ്. പക്ഷെ എത്ര തന്നെ ആയാലും പെണ്ണുങ്ങളോടുള്ള അവന്റെ ബിഹേവിയർ കാരണം അവന്റെ കാമം അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്ന് ജയിലിലിരുന്ന് കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് സുനിൽ കുമാർ. കാമം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന ഒന്നാണ്. പക്ഷേ അത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന സ്ത്രീക്കും ഉണ്ടാവണം എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ഇവൻ റിൻസിയെ കാണുന്നതിന് മുമ്പ് റിൻസിയുടെ വീടിന്റെ ബാക്കിൽ ഒരു സ്ത്രീയുമായി അഫെയറിൽ ഉണ്ടായിരുന്നുവല്ലോ, അതേപോലെ. എനിവേ, ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റിൽ പറയുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.